കൊല്ലം പുനലൂർ നെല്ലിപ്പള്ളിയിൽ കനത്ത മഴയിൽ കൂറ്റൻ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞ് ട്രെയിലർ ലോറിക്ക് മുകളിലേക്ക് വീണ ഒരാൾ മരിച്ചു. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ പിറവന്തൂർ സ്വദേശി ഷിജു തോമസ് ആണ് മരിച്ചത്. നെല്ലിപ്പള്ളി പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം ഉണ്ടായത്. ഇത് ഏകദേശം 5 മണിയോടുകൂടിയാണ്. നല്ല മഴയുണ്ടായിരുന്നു. അന്നേരമാണ് ഈ മതിൽ ഇടിയുന്നത്. ഈ മതിലിടിഞ്ഞ് ഇവിടെ ലോറി പാർക്ക് ചെയ്തേക്കുമായിരുന്നു. ഇവിടെ ഒരു സർവീസ് സ്റ്റേഷനായിരുന്നു. ഒരു 35-40 വർഷം പഴക്കമുള്ളൊരു സർവീസ് സ്റ്റേഷനാണ്. ആ മതിലിടിഞ്ഞ് അതിനകത്ത് വന്ന് തട്ടി ഈ സർവീസ് സ്റ്റേഷൻ ആ ലോറിയുടെ മണ്ടയ്ക്കോട്ട് വീഴുകയാണ്. അന്നേരം ഇതിനകത്ത് അപ്പുറത്തെ ഒരു പയ്യൻ, ഈ പെയിൻറ്ററാണ് അദ്ദേഹം, ഈ വന്മള എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. സിജോ എന്നാണ് പേര്. അദ്ദേഹം അന്നേരം അവിടെ പെയിൻറ്ററായിരുന്നു. അതിൽ ഇടിയുടെ ഈ ലൈറ്റിനിങ് വന്നുകൊണ്ട് അദ്ദേഹം പേടിച്ച് ഈ ലോറിക്കകത്ത് കയറിയിരുന്നതാണ്. അതിൻ്റെ അടിയിലൊരു ബസ് ഉണ്ടായിരുന്നു. അദ്ദേഹം പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു ബസ്, അതും പൂർണ്ണമായി നശിച്ചിട്ടുണ്ട്. ഒരു സ്കൂട്ടർ നശിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ലോറിയുടെ ഫ്രണ്ട് ഭാഗം പൂർണ്ണമായിട്ട് തകർന്ന നിലയിലാണ് കാണുന്നത്. വി ജയശങ്കർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജയശങ്കർ, വലിയ അപകടമാണ് ഉണ്ടായത്. അപ്രതീക്ഷിതമായി ഒരു വലിയ അപകടമുണ്ടായി. ഈ വാഹനത്തിൽ കുടുങ്ങിയയാളെ ഏറെ പണിപ്പെട്ടാണ് പുറത്തെത്തിച്ചത്. ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ജയശങ്കർ, പുനലൂർ നെല്ലിപ്പള്ളിയിൽ ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് വലിയൊരു അപകടം ഉണ്ടാകുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ തന്നെ ഒരു കോൺക്രീറ്റ് മതിൽ, ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെ തടയുന്നതിന് വേണ്ടി ഒരു കോൺക്രീറ്റ് മതിൽ നിർമ്മിച്ചിരുന്നു. അത് വൈകിട്ട് 5 മണിയോടുകൂടി കാറ്റിലും മഴയിലും ഒക്കെ ഇടിഞ്ഞു വീഴുന്നു. അങ്ങനെ ആ മതിൽ ഇടിഞ്ഞു വീണ് നേരെ അതിൻ്റെ ആഘാതത്തിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തുള്ള ഒരു സർവീസ് സെൻറ്റർ, ആ കെട്ടിടം കാലപ്പഴക്കമുള്ള കെട്ടിടമാണത്. നേരെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ടോറസ് ലോറിയുടെ മുകളിലേക്ക് വീഴുന്നു. ആ ഘട്ടത്തിൽ ആ സിജു എന്ന് പറയുന്ന ഇപ്പോൾ മരണപ്പെട്ട വ്യക്തി ആ ലോറിക്കുള്ളിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണ്. ഈ കാറ്റും മഴയൊക്കെ ഉണ്ടായപ്പോൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ ലോറിയുടെ ക്യാബിനുള്ളിൽ കയറിയിരുന്നതാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ മതിൽ ഇടിഞ്ഞു വീണുകൊണ്ട് വലിയൊരു അപകടം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ആ അപകടത്തിൽ സിജു മരണപ്പെട്ടു. ഏകദേശം 5 മണിയോടെയാണ് സംഭവം നടന്നത്. 5:00 ഫയർഫോഴ്സ് എത്തി. ഏകദേശം അല്പസമയം മുമ്പാണ് സിജുവിനെ പുറത്തെടുക്കുകയും പുനലൂർ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം മാറ്റുകയും ചെയ്ത്. നമ്മൾ നിൽക്കുന്ന സ്ഥലം നോക്കിയാൽ മനസ്സിലാകും, ഇതൊരു കെട്ടിടാവശിഷ്ടമാണ്. അതായത് ഈ അപകടത്തിൽ തകർന്ന ആ സർവീസ് സെന്ററിന് മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുറച്ചുകൂടി കാതടുപ്പിച്ച് കേട്ടാൽ കേൾക്കാനാകും, ഒരു ഓണടി ശബ്ദം ഇവിടെ കേൾക്കാനാകും. അതായത് ഈ സർവീസ് സെൻറ്ററിനടിയിൽ ജോലിക്ക് കൊണ്ടുവന്ന, അല്ലെങ്കിൽ സർവീസിന് കൊണ്ടുവന്ന വാഹനത്തിൻ്റെ ആ ശബ്ദമാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മോടൊപ്പം ചേരുന്നു. എന്താ ചേട്ടാ ശരിക്കും സംഭവം? ഈ വൈകിട്ടൊരു 3 മണിയോടുകൂടി പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു. ആ മഴ കഴിഞ്ഞ് ഇവിടെ 3 ജീവനക്കാരായിരുന്നു ഈ സമയത്തുള്ളായിരുന്നു. ഈ ഇതിനോട് ചേർന്ന് 3 ജീവനക്കാരുണ്ടായിരുന്നു. അപ്പോൾ 2 പേര് പുറത്തും ഒരാൾ ഇതിനകത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിനുള്ള ക്യാബിനകത്തിരുന്ന് മൊബൈൽ സംസാരിച്ച് കിടക്കുകയായിരുന്നു. ഈ സമയം ഒരു ഇടി വെട്ടിയെന്ന് പറയുന്ന അതിന് തൊട്ട് പിന്നാലെ ഇതിൻ്റെ പിന്നിലായിട്ടുള്ള വലിയ കോൺക്രീറ്റ് വാൾ ഇടിഞ്ഞ് പതുക്കെ കൊണ്ടുവന്ന് ഈ ബിൽഡിങ്ങിലേക്ക് വന്ന് വീഴുകയും ഈ ബിൽഡിങ് ഈ വണ്ടിക്ക് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇയാൾ ഉള്ളിൽ കുടുങ്ങിയത്. പിന്നെ ഉടനെ 5-5:30 ആയപ്പോൾ ഉടനെ ഫയർഫോഴ്സ് വന്നു ഇയാളെ എടുക്കാനുള്ള സമയം. അപ്പം ഇതുകൊണ്ട് തടസ്സം നേരിട്ടെന്ന് പറഞ്ഞാൽ ഈ വലിയൊരു കോൺക്രീറ്റ് കെട്ടിടമായിരുന്നു. ഇത് പൊട്ടിച്ച് ഇതിനകത്ത് ആണ് ഈ വണ്ടി കിടന്നത്. അപ്പോൾ അതാണ് ഈ പിന്നെ രക്ഷാപ്രവർത്തനം വൈകാനുണ്ടായിരുന്നൊരു താമസം. പൊതുവിൽ കൂടുതൽ ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇന്നെന്തോ ആളില്ലാതായി. ഇത് പൊതുവേ ഒരു 8-10 പേര് എപ്പോഴും കാണുന്നൊരു സ്ഥലമാണ്. ഇന്ന് വൈകിട്ട് മഴയോട് ഉച്ച കഴിഞ്ഞുള്ള മഴയോട് കൂടിയാണ് ഈ സർവീസ് സെൻ്റർ ആയതുകൊണ്ട് വാഹനങ്ങൾ അധികം ഇല്ല. അല്ലെങ്കിൽ ഒരു 8-10 പേര് എല്ലാ ടൈമിലും ഇവിടെ കാണുന്നൊരു സ്ഥലം തന്നെയായിരുന്നു. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടമാകാത്തത് വലിയ ആശ്വാസം പകരുന്ന കാര്യമാണ്. കാരണം പൊതുവിൽ 8-10 പേരൊക്കെ സ്ഥിരമായി ഉണ്ടാകുന്നൊരു സ്ഥലം കൂടിയാണ് എന്തായാലും ഇവിടം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാളുടെ മരണം ഈ അപകടത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഈ കെട്ടിടം ഉൾപ്പെടെ പൂർണ്ണമായും തകർന്നിട്ടുള്ളൊരവസ്ഥയിലാണ്. ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന സ്കൂൾ ബസ്സിൽ നിന്ന് ഇപ്പോഴും ഹോണിങ്ങനെ മുഴങ്ങിക്കിടക്കുകയാണ് കേൾക്കുന്ന സാഹചര്യമുണ്ട്. കൊല്ലത്തുനിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം വി ജയശങ്കർ.